ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് അങ്ങ് തിരുവനന്തപുരത്താണെങ്കിലും ആറ്റുകാലമ്മയുടെ ഭക്തർ ദിവസങ്ങൾക്ക് മുൻപേ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കും. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കാരിക്കാത്ത് ലൈനിലെ സുധ ടീച്ചറുടെ വീട്ടിലാണ്. സുധ ടീച്ചർ പൊങ്കാല അർപ്പിക്കാൻ പോകുന്നതിനായുള്ള ഒരുക്കത്തിലാണ്. സുധ ടീച്ചർ ഒരു 15 വർഷത്തിലധികമായി പൊങ്കാലയ്ക്ക് പോകുന്നത്. ഇപ്പോഴും ഇവിടെ ഒരുക്കത്തിലാണ്. ടീച്ചർ എന്തായി, ഒരുക്കങ്ങളൊക്കെ എന്തായി? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. എന്താ വെച്ചാ ഭയങ്കര ഒരു ടെൻഷനും ഉണ്ട് കേട്ടാ. എന്താ വെച്ചാൽ ഇതൊക്കെ എല്ലാം നന്നായി നടക്കണം. പിന്നെ തീ കത്തിക്കുമ്പോഴൊക്കെ ഒരു തടസ്സവും ഇല്ലാണ്ട് അരി ശരിക്കും പൊന്തണം. അതിൻ്റെയൊക്കെ ഒരു വിഷമങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അതൊരു സന്തോഷമായിട്ട് വ്രതം ചെയ്ത് പോവാനാണ്. എത്ര ദിവസം വ്രതം ഉണ്ടായിരുന്നു? ഞാൻ 7 ദിവസം എടുത്തിട്ടുണ്ട്. അത്ര എടുക്കാറുള്ളൂ. കാരണം അത് ചിലപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടായി. ഇപ്പൊ കലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വിളക്കൊക്കെ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ അയ്യോ അതൊക്കെയാണ് ഏറ്റവും ആവശ്യമുള്ളത്. വിളക്ക്, കലം, പൂവ്, അരി, ഉണക്കല്ലരി, ശർക്കര. ഞാൻ സാധാരണ ഒരു ഇത് ഇടാറുള്ളൂ, മധുര ശർക്കര പൊങ്കൽ എന്ന് പറയും തമിഴില്. നമ്മൾ മലയാളത്തിൽ ശർക്കര പായസം ഉണ്ടാക്കുന്നത്. അത് വെറുതെ നാളികേരം, ഉണക്കല്ലരി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ട് ഉണ്ടാക്കും. ആദ്യം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കഴിഞ്ഞിട്ട് അത് തിളച്ച് പൊന്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇടുള്ളൂ. തിളച്ച് പൊന്തി പോകണം. പൊങ്കാല ഇടാനായിട്ട് നമ്മൾ പോകാനായിട്ടുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അത് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ഇൻ ലോൻ്റെ വഴിയിൽ തീർത്ഥം തളിക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു, സുധയ്ക്ക് വേണമെങ്കിൽ വരാം, ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു തരാം, വിറക് ഒന്നും കൊണ്ടുവരണ്ട, വെറുതെ വന്നാൽ മതി. അപ്പോൾ അങ്ങനെ പോയി തുടങ്ങിയതാ. അവിടെ അവരുടെ വീട്ടിൽ തന്നെ ഞാനൊരു 8-10 കൊല്ലം ചെയ്തു. ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് മുടങ്ങാതെ അങ്ങനെ എത്തിച്ചോളൂല്ലേ അമ്മ? ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ പുതിയത് തുടങ്ങിയാൽ തന്നെ അന്ന് തൊട്ട് നോൺ സ്റ്റോപ്പ് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞേ കോവിഡിന്റെ സമയത്ത് ഒരു വീട്ടിൽ ചെയ്തു നമ്മൾ. അപ്പൊ അവിടെ TV-യിൽ കാണിക്കുമ്പോൾ അവിടെ കത്തിക്കുമ്പോൾ ഇവിടെ ഞങ്ങള് അടുപ്പില് തീ കത്തിച്ചിട്ട് ചെയ്തിരുന്നു. മുടങ്ങിയിട്ടില്ല ഇതുവരെ. അത് ഭയങ്കര ഒരു വിശ്വാസമാണ് ആറ്റുകാലമ്മയുടെ. 15 കൊല്ലത്തിലധികമായി ഇപ്പം ഈ പൊങ്കാലയ്ക്ക് ടീച്ചർ പോകുന്നു. അപ്പം ആ ഒരു മാറ്റം അതെങ്ങനെയാ കാണുന്നത്? മാറ്റം ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. കാരണം ഒന്ന് അവിടെ തന്നെ റേഡിയസ് കൂടി, എന്നുവെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ പരന്ന് ആൾക്കാരും കൂടുതൽ വരുന്നുണ്ട് പൊങ്കാലയ്ക്ക്. പൊങ്കാല ഇടാനൊക്കെ ആയിട്ട് ഏറ്റവും അധികം സ്ത്രീകളാണല്ലോ. സ്ത്രീകൾ മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇതിനൊക്കെ പോയിട്ടുണ്ടല്ലോ, 7 വർഷം പോയിന്നാണല്ലോ. അപ്പോൾ താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ പോണത്. അതിപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും നമ്മൾ സ്ത്രീകളുടെ കൂടെ നമ്മൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം ഒരു ദൈവശക്തിയുടെ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടല്ലേ ഈ പോണത്. 15 വർഷം കഴിഞ്ഞു. അപ്പം ഇനിയും പറ്റാവുന്നിടത്തോളം അങ്ങനെ പോകാനാണോ, എങ്ങനെയാണ്? പിന്നെ എല്ലാ കൊല്ലം ഈ സമയമായ ഞങ്ങളിപ്പോൾ 5-6 മാസം മുമ്പെയാണ് പ്ലാൻ ചെയ്ത് തുടങ്ങും. 4 കാര്യങ്ങളും നടക്കുള്ളൂ. പക്ഷെ പോവും. ആരോഗ്യമുള്ളവരെ പോവാനാണ് നമ്മുടെ ആഗ്രഹം. ഇത് സുധ ടീച്ചറുടെ അനുഭവങ്ങളും ഒരുക്കങ്ങളും മാത്രമല്ല, ഇതിന് സമാനമായി തന്നെയാണ് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളിലും ആറ്റുകാൽ പൊങ്കാല ഇടാനായി പോകുന്ന വീട്ടമ്മമാർ ഒരുക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും പൊങ്കാല ദിവസത്തിനായി, പൊങ്കാല അർപ്പിക്കുന്നതിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.